കുടുംബക്ഷേമ സമിതി 13ാമത് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടത്തി. തൈത്തറ കുടുംബക്ഷേമ സമിതി ഹാളിൽ നടന്ന പരിപാടി ബെന്നി ബെഹനാൻ എംപി ഉദ്ഘാടനം ചെയ്തു. കുടുംബത്തിൽ പിറന്നവർ എന്നതിനെ കുറിച്ച് പറയുന്നത് ഒരു മാന്യതയുള്ള സംസ്കാരമായിട്ടാണ്. ആ കുടുംബത്തിന്റെ ബന്ധത്തിന്റെ ഒരു വലിയ അർത്ഥം അതാണ്. എന്തെങ്കിലും ഒരു കുഴപ്പം കാണിച്ചവരെ പറ്റി പറയും അവന്റെ കുടുംബത്തിൽ പിറന്നവരൊന്നും അല്ലാന്നും പറയും. അപ്പൊ കുടുംബം എന്ന് പറയുന്നത്, കുടുംബ ബന്ധമെന്ന് പറയുന്നത്, കുടുംബത്തിന്റെ മഹിമ എന്ന് പറയുന്നത് വലിയൊരു കെട്ടുറപ്പും യോജിപ്പും ഐക്യമൊക്കെയാണ്. ഈ തൈത്തറ കുടുംബത്തില് ഞാൻ ചോദിച്ചു, എല്ലാ വർഷവും നിങ്ങൾ ഇങ്ങനെയൊക്കെ കൂടുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ ഒരു അനുഗ്രഹീതമായ ഒരു തണലിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്. ഇവിടെ ശ്രീനാരായണ ഗുരുവിന്റെ പടമാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനമാണ് കൂടിയിട്ടുള്ളത്. നമുക്കറിയാം, ആധുനിക സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിക്കേണ്ട ഒരു ആശയമാണ് ശ്രീനാരായണ ഗുരുദേവൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത്. തൻ്റെ ദർശനം കൊണ്ട് ലോകത്തിന് വെളിച്ചം പകർന്ന വലിയൊരു കിടാവിളക്കായി ശ്രീനാരായണ ഗുരുദേവൻ ഇന്നും പ്രകാശിച്ചു നിൽക്കുകയാണ്. ഈ കേരളം കണ്ട ഒത്തിരി സാംസ്കാരിക നവോത്ഥാന മൂവ്മെൻറ്റുകളുണ്ട്. ആ സാംസ്കാരിക നവോത്ഥാന മൂവ്മെൻറ്റിൻ്റെയൊക്കെ തുടക്കമെന്ന് പറയുന്നത് പിന്നീട് വന്ന സാംസ്കാരിക നവോത്ഥാന നായകന്മാർ മുറുകെ പിടിച്ചതും മാതൃകയായി ചൂണ്ടിക്കാണിച്ചതും ശ്രീനാരായണ ഗുരുദേവനെയാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ സങ്കല്പത്തിലുള്ള ഒരു കാഴ്ചപ്പാട്, അതും ഈ തൈത്തറ കുടുംബ സമിതിയുടെ ഒരു ആന്തരികമായ ഒരു പ്രചോദനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു മൂല്യങ്ങളിലൂടെ, കുടുംബ ഐക്യത്തിലൂടെ, കുടുംബ ബന്ധത്തിലൂടെയൊക്കെ വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു അജീഷ് തൈത്തറ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച മഹത് വ്യക്തികളെയും ഫുൾ A+ നേടിയവരെയും ആദരിച്ചു. KG ശിവാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. TK ഗംഗാധരൻ പഠനോപകരണ വിതരണം നടത്തി. TM ദിലീപ് കുമാർ, പ്രഥമകുമാർ, അഡ്വക്കേറ്റ് TV രാജേഷ്, പ്രേംദാസ്, വിമല രവി എന്നിവർ സംസാരിച്ചു. TH വിശ്വംഭരൻ സ്വാഗതവും TN അജിത് കുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു.